കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൾ നവമിക്ക് തുടർ ചികിത്സ ആരംഭിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് തുടർ ചികിത്സയ്ക്കായി നവമിയെ പ്രവേശിപ്പിച്ചത്. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാവും ചികിത്സ. കഴിഞ്ഞ ദിവസം ബിന്ദുവിന്റെ വീട്ടിലെത്തിയ സർക്കാർ പ്രതിനിധികൾ, മന്ത്രി ഉൾപ്പെടെയുള്ളവർ നവമിയുടെ ചികിത്സ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുന്നു എന്ന് അറിയിച്ചിരുന്നു. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് നവമിയുടെ ചികിത്സയായിരുന്നു. ഈ ഘട്ടത്തിൽ എപ്പോഴാണ് ആശുപത്രിയിൽ എത്തിയത്? എങ്ങനെയൊക്കെയായിരിക്കും ചികിത്സ? ശ്രീജ, ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പാണ് നവമി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നവമിയെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ബിന്ദു ഈ ഒരു നവമിയുടെ ന്യൂറോ സർജറിയുമായി ബന്ധപ്പെട്ടാണ് അവിടെ കഴിഞ്ഞിരുന്നത്. ഇതിനിടെയാണ് ആ ദുരന്തം ഉണ്ടാവുകയൊക്കെ ചെയ്തത്. കുറച്ചു ദിവസം താമസിച്ച് പലതരത്തിലുള്ള ചികിത്സകൾ നടത്തിയ ശേഷമാണ് ഈ സർജറിയിലേക്ക് പോകേണ്ടത്. അതുകൊണ്ടാണ് അവർ സർജറിക്ക് മുൻപ് തന്നെ അത്രയും ദിവസം അവിടെ കഴിഞ്ഞത്. അതിനിടെയാണ് ഈ ദുരന്തം ഉണ്ടായതോടെ ഈ സർജറി ഫലത്തിൽ മാറ്റിവെക്കേണ്ട അവസ്ഥ ഉണ്ടാകുകയായിരുന്നു. ഇതോടെയാണ് അവിടെ എത്തിയ മന്ത്രിമാരടക്കം പരിപൂർണമായും ഇതിന്റെ പൂർണ്ണമായ ചികിത്സ സർക്കാർ ഇനി വഹിക്കും എന്നറിയിച്ചത്. ഏതാണ്ട് 3 ലക്ഷത്തോളം രൂപ ചെലവരുന്ന ശസ്ത്രക്രിയയാണ് ഇക്കാര്യത്തിലുള്ളത്. അത് പൂർണ്ണമായി ഇനി മെഡിക്കൽ കോളേജ് വഹിക്കുമെന്നാണ് VN വാസവൻ ഉൾപ്പെടെ അന്ന് വീട്ടിലെത്തിയപ്പോൾ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ എന്തായാലും ഈ ചികിത്സയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് വീട്ടിൽ നിന്നും അവർ നവമി ഇവിടേക്ക് എത്തുകയും ഇവിടെ പ്രവേശിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത്. സർജറി എപ്പോ എങ്ങനെ എന്നുള്ളത് സംബന്ധിച്ച് ഇനി ഡോക്ടർമാർ കൂടുതൽ പരിശോധനകളൊക്കെ നടത്തിയ ശേഷമായിരിക്കും അതിലൊരു തീരുമാനം ഉണ്ടാകുക. പക്ഷെ പരിപൂർണമായും ഇനി സൗജന്യമായ നിലയിലുള്ള ഒരു ശസ്ത്രക്രിയയായിരിക്കും. പ്രതിഷേധക്കാരുടെ അടക്കം ആവശ്യം ഈ കുടുംബത്തിന്റെ ചികിത്സ, ഈ നവമിയുടെ ചികിത്സ അത് സൗജന്യമായി നൽകണം എന്നുള്ളതായിരുന്നു. ഇതുകൂടിയാണ് സർക്കാർ ഫലത്തിൽ അംഗീകരിച്ചിരിക്കുന്നത്. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത്.